മമ്മൂക്കയ്ക്ക് അടക്കം ചേച്ചിയുടെ കല്യാണത്തിന്, സുരേഷ് ഏട്ടനായിട്ടുള്ള കല്യാണത്തിന് എതിർപ്പായിരുന്നു. മമ്മൂക്ക അടക്കം വേണ്ട എന്നിങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അത് പല ഇന്റർവ്യൂസിലും ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇച്ചക്ക വേണ്ടെന്നാണ് പറഞ്ഞത്. ഇച്ചക്ക വേണ്ടെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇച്ചക്ക മാത്രമാണോ വേണ്ടെന്ന് പറഞ്ഞത്? ഇച്ചക്ക എന്നല്ല, കുറെ ഫ്രണ്ട്സ്. ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ ഞാൻ ദൂരെ ഒരു കൂടാൻ പടത്തിൽ അഭിനയിക്കുമ്പം ഒരു പാട്ട് സീനിൽ വന്നപ്പോഴേക്കും ലാലേട്ടൻ ഞാൻ കേട്ടത് ശരി തന്നെ, നീ കെട്ടാൻ പോണല്ലേ എന്നൊക്കെ ഞാൻ പറയാം. ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാം, ഞാൻ എല്ലാ ഡയറിയിൽ വായിച്ചിട്ടുണ്ടെന്ന്. സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് 1978 ഡയറി എൻ്റെ കയ്യിൽ തന്ന് വായിച്ചേക്ക്, എന്നെക്കുറിച്ച് നിനക്കൊരു പിക്ചർ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ 78, 79, 80, 81 അല്ല 75 തൊട്ടുള്ള എല്ലാ ഡയറിയും ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു ലാലേട്ടന്റെ കാര്യങ്ങൾ അതിനകത്തുണ്ട്, എല്ലാം നിങ്ങളുടെ പോക്രിത്തനങ്ങളും എല്ലാം നിങ്ങളൊക്കെ കാണിച്ചതെല്ലാം എഴുതിയിട്ടുണ്ട്, ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2-3 ആൾക്കാരാണ്